കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ കർത്താവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഒരു പ്രാവശ്യം അവസരങ്ങൾ കർത്താവ് തന്നു. കഴിഞ്ഞ രാത്രി കണ്ട പലരും ഈ പ്രഭാതം കാണാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ധാരാളം പേര് രോഗികളായി കഷ്ടമനുഭവിക്കുകയാണ്. പെട്ടെന്നുള്ള ആക്സിഡന്റുകൾ, ഹൃദയവേദനകൾ, മറ്റു പല സാഹചര്യങ്ങൾ നിമിത്തം ഒത്തിരി പേര് കഷ്ടത്തിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് കർത്താവ് ഒരായുസ്സും കൂടെ നീട്ടി, ഒരു ദിവസം കൂടെ, ഒരു പകലൂടെ, ഒരു മണിക്കൂറൂടെ ഈ ഭൂമിയിൽ മക്കളും കുടുംബവുമായിട്ടൊക്കെ ആയിരിക്കാൻ അവസരങ്ങൾ യേശു അപ്പ നൽകി. അത് ഭയങ്കര അനുഗ്രഹമാണ്. കാരണം ദൈവത്തിന്റെ കൃപയാണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. തീർച്ചയായും ആ ജീവൻ നിങ്ങളിൽ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി കർത്താവ് എൻ്റെ പക്കൽ നൽകിയിരിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ്. വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് കർത്താവ് എനിക്ക് നൽകിയത്. ഈ വാക്യത്തിൽ നിന്നും ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം ചില വ്യക്തികൾ ഞാനുമായി സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാക്ക് എന്നെ വല്ലാതെ ഭാരപ്പെടുത്തി. ആ വാക്ക് ഇങ്ങനെയാണ്: വികാസനെ, ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഒരു ക്വസ്റ്റ്യനാ. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? കോട്ടയത്തിനടുത്ത് പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭവനത്തിൽ പെട്ട ഒരു ഭാര്യയും ഭർത്താവും എന്നെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ആ സഹോദരി ചോദിച്ച, ഭർത്താവ് തൊട്ടടുത്തിരിപ്പുണ്ട്, സഹോദരി ചോദിച്ചൊരു ചോദ്യമാ, എന്നോട് ചോദിച്ചൊരു ചോദ്യമാ: മരിക്കാൻ പറ്റുമോ? സ്വർഗത്തിൽ പോകത്തില്ലെന്നറിയാം സൂയിസൈഡ് ചെയ്താൽ, ആത്മഹത്യ ചെയ്താൽ. പക്ഷേ ആ ഒരു പേടി കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം കളയുന്നില്ല. കാരണം ഞാൻ അതുപോലെ എൻ്റെ ജീവിതം മടുത്തു. ഞാൻ ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. അവരുടെ വേദനകൾ, അവരുടെ ഏക മകൻ, ആ മകനിൽ നേരിടുന്ന പ്രതിസന്ധികൾ, ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഇവരെ ബലപ്പെടുത്തി, ഞാൻ ആശ്വസിപ്പിച്ചു. ഇവിടെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതേപോലെ ജീവിതം മടുത്ത വിഷയം, ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞ വിഷയം അല്ലായിരിക്കും നിങ്ങളുടേത് വ്യത്യസ്തമായിരിക്കും, വേറെ പല വിഷയങ്ങൾ. അങ്ങനെയാണല്ലോ. എൻ്റെ പ്രശ്നമല്ലല്ലോ നിങ്ങളുടേതല്ലല്ലോ മറ്റൊരാടേത്. നമ്മുടെ എല്ലാം വ്യത്യസ്തമായ പ്രോബ്ലംസ് ആണ് നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എന്നാൽ ആ സാഹചര്യങ്ങളെ മുഴുവനും അറിയുന്ന, ആരായുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവം വിശ്വസ്തനാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം പരിപാലകനാണ്. നാം ചെറിയ നിസാര വിഷയത്തിൽ മരിക്കരുത്. മരിക്കാനുള്ളവരല്ല നമ്മൾ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇവിടെ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇസബേൽ രാജ്ഞി, ഈ ഭക്തനായ ഏലിയാവിന് ഒരു ഭീഷണി മുഴക്കിയിരിക്കുക. എന്താ ഭീഷണി? വധിച്ചു കളയും, കൊന്നുകളയുമെന്ന. ഏലിയാവ് ആരാണ്? ആഹാബിന്റെ കൊട്ടാരത്തിൽ ഇതിനു മുമ്പ് ചെന്ന് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്ന് പറഞ്ഞ് യാക്കോബിൻ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 3 വർഷവും 6 മാസവും പിന്നെ മഴ പെയ്തില്ല. അപ്പൊ മഴയെ പിടിച്ചു കെട്ടാൻ പ്രവചിച്ച ഒരു പ്രവാചകനാണ്. ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി വിരല് ചൂണ്ടി എന്റെ ദൈവമെന്ന് പറയാൻ തന്റെ ഇടം കാണിച്ചവനാണ് ആര്? ഏലിയാവ്. അതുമാത്രമല്ല, ദേശം മുഴുവനും ക്ഷാമം വന്നപ്പോൾ ആ 3.5 വർഷം ദൈവത്താൽ സംരക്ഷകൻ ആയ ദൈവം സംരക്ഷിച്ച ഒരു മകനാണ് ഏലിയാവ്. കാക്കയെ കൊണ്ട് എവിടുന്നോ ആഹാരം കൊണ്ടുവന്ന് ദൈവം കൊടുത്ത, അത് തീറ്റിച്ച, അത് തിന്ന ഒരു മനുഷ്യനാണ് ഏലിയാവ്. കെരീത്തിലെ വെള്ളം കോരി കുടിച്ച്
അഭിവൃദ്ധി കഴിച്ചവനാണ് ഏലിയാവ്. കാക്കയുടെ വരവ് നിന്നപ്പോൾ തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ അവിടെ ഇട്ട് പട്ടിണി കിടത്തി ആമേൻ എല്ലും തോലുമാക്കിയില്ല ദൈവം അവനെ. അവിടുന്ന് ദൈവം എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ച് സാറാഫത്തിലേക്ക് വിട്ടു. സാറാഫത്തിൽ ഏലിയാവ് ചെല്ലുന്നതിന് മുമ്പ് അവിടെ ഒരു വിധവയോട് ദൈവം കൽപ്പിച്ചു, എൻ്റെ ദാസൻ വരും, ഒരട കൊടുക്കണമെന്ന്. അങ്ങനെ കൽപ്പിച്ചാക്കി വെച്ചു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ദൈവം സംരക്ഷണം അനുഭവിച്ച ഒരു വലിയ ഭക്തനാണ് ഏലിയാവ്. കെരീത്തിലും സാരാഫത്തിലും ഈ ആഗാബിന്റെ കൊട്ടാരത്തിലും ദൈവത്തിന്റെ കരുതൽ വിശ്വസ്തത അനുഭവിച്ചവനാണ് ആര്? ഏലിയാവ്. ഇത്രയും ദൈവ സംരക്ഷണം അനുഭവിച്ച, ദൈവ സാന്നിധ്യം അനുഭവിച്ച, ദൈവത്തിന്റെ നാക്കായി നിന്ന ഏലിയാവിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി. എന്താ പ്രതിസന്ധി? ഇസബേൽ ആളെ അയച്ചു, ദൂതനെ അയച്ചെന്നാണ് 19:2 പറയുന്നത്. ഇസബേൽ ആളെ അല്ലെങ്കിൽ ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവരിൽ ഒരുത്തനെ പോലെ ആക്കും. ആമേൻ. നോക്കുക, അവനിൽ ഒരുത്തനെ പോലെ ആക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവനെ ഞാൻ എടുക്കും, വാളുകൊണ്ട് ഞാൻ നിന്നെ വെട്ടും, നിന്റെ തല ഞാൻ ഛേദിച്ചു കളയും. ഇസബേലിന്റെ വെല്ലുവിളിയാ. പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ, ഉപവസിക്കുന്നവൻ, ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിച്ചവൻ, ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ ദൂതൻ, ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ചൂരച്ചെടിയുടെ തണലിൽ പോയി ഒരു ദിവസം വഴി ദൂരം ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്ന് അവിടെ വെച്ച് ദൈവത്തോട് പറയുക, മതി, എൻ്റെ ജീവനെ എടുക്കണം, എൻ്റെ ജീവനെ എടുക്കണം, മതി, എനിക്ക് ജീവിക്കണ്ട. ഇസബേലിന്റെ ആളുകളുടെ വാളിന്റെ വാൽത്തലയിൽ വീഴുന്നതിന് മുമ്പ് നീ എന്നെ എടുക്കണമെന്ന് പറഞ്ഞ് ഏലിയാവ് പൊട്ടിക്കരയുകയാ. എന്നാൽ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ പറയാ, ചിലരുടെ വാക്കിന്റെ മുമ്പിൽ തകർന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ചില ഇസബേലുമാരുടെ പ്രവർത്തികൾ കണ്ട് മനം തകർന്ന് ഉരുകിയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പരിശുദ്ധ ആത്മാവിൽ പറയാ, നീ ഒരു ദൈവദാസനായിരിക്കും, ദൈവദാസിയായിരിക്കും, കർത്താവിന് വേണ്ടി അധികം വേല ചെയ്യുന്ന, കർത്താവിന് വേണ്ടി നിൽക്കുന്ന, നെറ്റിയും ചങ്കും കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ഒരു വാക്കിന്റെ മുമ്പിൽ ഇപ്പോൾ നീ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ചുരുണ്ട് കിടക്കുന്ന, അട്ട ചുരുണ്ട് കിടക്കുന്ന പോലെ ചുരുണ്ട് കിടക്കുന്ന ഒരു ഏലിയാവിനെ പോലെ ആയിരിക്കും ഇന്ന് രാവിലെ നീ. പക്ഷെ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, ദേ ഇങ്ങോട്ട് നോക്ക്, ഇവിടം കൊണ്ട് തീരാനുള്ളവനല്ല നീ. ഒരു ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ, ഒരു ഇസബേലിന്റെ വാളിന്റെ മുമ്പിൽ തീരാനുള്ളവനല്ല നീ. ഇന്നലകളിൽ ദൈവം നിന്നെ കൊട്ടാരത്തിൽ ഉപയോഗിച്ചെങ്കിൽ, വീടുകളിൽ ഉപയോഗിച്ചെങ്കിൽ, കെരീത്തിൽ ഉപയോഗിച്ചെങ്കിൽ, സാറാഫത്തിൽ ഉപയോഗിച്ചെങ്കിൽ, അവിടെ ഇവിടെയെല്ലാം ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചെങ്കിൽ, ദേശം മുഴുവനും ക്ഷാമം കൊണ്ട് കൊടുമ്പിരി കൊണ്ടപ്പോഴും നിനക്ക് വേണ്ടി കാക്ക അയച്ച് ആഹാരം തന്ന് നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവം ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയാം, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ആമേൻ. ഇനിയും ചില ശുശ്രൂഷകളുണ്ട്, ഇനിയും ചില വഴികൾ നിന്റെ മുമ്പിൽ ഓപ്പൺ ആകാനുണ്ട്, ഇനിയും ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പണായി വരാനുണ്ട്, ഇനിയും ചില നന്മകൾ. ജോലി ചെയ്യുന്നവരോട് പറയാം, അവിടം കൊണ്ട് നിങ്ങൾ തീരുകയല്ല. ആ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടോ, ആ ജോലി നിങ്ങൾക്ക് തുടരാൻ കഴിയാത്തത് കൊണ്ടോ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. മറ്റൊരു വഴി. ആമേൻ. നോക്കുക, ആ കെരീത്ത് നിങ്ങൾക്ക് വറ്റിയപ്പോൾ, ആ കാക്കയുടെ വരവ് നിന്നപ്പോൾ സാറാഫത്ത് ദൈവം ഒരുക്കിയെങ്കിൽ, ഈ ഇപ്പോൾ ആയിരിക്കുന്ന കമ്പനി നിനക്ക് നിന്നുപോയെങ്കിൽ, ഇപ്പോൾ ആയിരിക്കുന്ന രാജ്യം നിനക്ക് തടസ്സമായെങ്കിൽ, ഇപ്പോൾ ആയിരിക്കുന്ന ജോലി നിങ്ങൾക്ക് നിന്നുപോയെങ്കിൽ, ആ കാക്കയുടെ വരവ് നിന്നതുപോലെ ചില നന്മകൾ നിന്നുപോയെങ്കിൽ ഭാരപ്പെടേണ്ട. ഒരു സാറാഫത്ത് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അറിയാത്ത വഴി, കണ്ടിട്ടില്ലാത്ത വഴി, കണ്ടിട്ടില്ലാത്ത വ്യക്തികളെ സാറാഫ വിധവയെ ഏലിയാവ് അന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് വരെ കാണാത്ത ചില വ്യക്തികളെ സ്വർഗം നിനക്ക് വേണ്ടി, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി, ആ ഫീസ് അടയ്ക്കുന്ന വിഷയത്തിന് വേണ്ടി, ഹല്ലേലൂയ, ആ സ്കൂൾ ബാഗ് വാങ്ങിക്കുന്ന വിഷയത്തിൽ, നോട്ട് ബുക്ക് വാങ്ങിക്കുന്ന വിഷയത്തിൽ, എക്സാം എഴുതുന്ന വിഷയത്തിൽ, OET പാസ്സാകുന്ന വിഷയത്തിൽ, RN പാസ്സാകുന്ന വിഷയത്തിൽ, ആ പഠനം പൂർത്തിയാക്കുന്ന വിഷയത്തിൽ നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളെ നിനക്ക് വേണ്ടി അയക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അങ്ങനെങ്കിൽ പരിശുദ്ധ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഏലിയാവിന്റെ ദൈവം നിങ്ങളുടെ ദൈവം. നീ മരിക്കണ്ട,
ഏലിയാവിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി അടയും വെള്ളവും കൊടുത്ത് തട്ടി വിളിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അവിടെ കാണുന്നുണ്ട്, 6-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. എന്നാൽ യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക. ആ ദൂത് നിങ്ങൾ നോക്കിക്കോണേ, എഴുന്നേറ്റ് തിന്നുക. അടുത്തത്, നിനക്ക് ദൂരയാത്രയുണ്ടല്ലോ. ഹല്ലേലൂയ. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്രയുണ്ടല്ലോ. ഇന്ന് രാവിലെ ചിലതിനെ നോക്കി ഞാൻ ദൂത് പറയാം, ചില കുടുംബങ്ങളെ നോക്കി ദൂത് പറയാം, ചില കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ ദൂത് പറയാം. നിനക്കൊരു ദൂരയാത്രയുണ്ട്. നീ എഴുന്നേറ്റ് തിന്ന്. ഇനി നീ പട്ടിണി കിടക്കണ്ട, ഇനി നീ ഇങ്ങനെ കഷ്ടപ്പെടണ്ട, ഇനി നീ ഇങ്ങനെ ഉപവസിച്ച് എപ്പോഴും ഇരിക്കണ്ട. എഴുന്നേറ്റ് നീ കഴിക്ക്. നിനക്കൊരു ദൂരയാത്രയുണ്ട്. ചില രാജ്യങ്ങളുടെ വാതിൽ തുറക്കാൻ പോകുകയാ, ചില മേഖലകൾ ദൈവം ഓപ്പൺ ആക്കാൻ പോകുകയാ, ചില വ്യക്തികളെ നിങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുക്ക്. ഇന്ന് രാവിലെ ചിലതിനെ നോക്കി ഞാൻ ദൂത് പറയുകയാണ്, നീ മരിക്കാനുള്ള വ്യക്തിയല്ല. ചില ദൂരയാത്രകൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് വേണ്ട അട ദൈവത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ നോക്കിക്കേ, ഏലിയാവ് ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേട്ട് അനുസരിച്ച് ദൈവിക ശുശ്രൂഷ ചെയ്തപ്പോൾ ഇസബേൽ ഇളകി. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ പട്ടണത്തിൽ ദൈവം അവനെ മാറ്റി സാരാഫത്തില് വിധവയെ കരുതി, അപ്പുറത്ത് കെരീത്ത് കരുതി, കാക്കയെ കരുതി, ഇവിടെ ഇതാ ദൂതനെ കരുതി. ഓ, ദൈവത്തിന് പദ്ധതിയുള്ള ദൈവത്തിന്റെ ദാസന്മാരെ കരുതുന്ന കരുതല് കണ്ടോ? ദൈവത്തിന്റെ മകളെ, ദൈവത്തിന്റെ മകനെ, നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നീ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല, നീ ക്ഷീണിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, നീ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി കരുതാൻ ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ കരുതുന്ന ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകൂർത്തു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് രാവിലെ എല്ലാ കണ്ണും അടച്ചാട്ടെ. കർത്താവേ, നൽകിയ ദൂതിനായി സ്തോത്രം. ചില ഞെരുക്കങ്ങൾ, ചില മരണഭീതികൾ, എന്തിനു ജീവിക്കുന്നു, എന്നെ ആർക്കും വേണ്ട, എനിക്ക് എല്ലാവരും പ്രതികൂലമാ, എനിക്ക് പണമില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് മരിക്കണം, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന നിലയിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഈ ദൂത് നിമിത്തം അവരെ ജീവനിലേക്ക് മടക്കി വരുത്തട്ടെ. സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങി അടയും വെള്ളവും കൊടുത്ത് ഏലിയാവിനെ ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയതുപോലെ കർത്താവെ, ഇവരെയും ദൈവം ചില യാത്രകൾ കൊടുത്ത്, ക്ഷീണം മാറ്റി, ജോലി കൊടുത്ത്, നന്മ കൊടുത്ത്, ശുശ്രൂഷ കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, കർത്താവെ, അവരുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് അവരെ അഭിവൃദ്ധി വരുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.